ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൃഷും കൺമണിയും ആരും കാണാത്തതിന് രാത്രി സംസാരിക്കാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുന്നു. പക്ഷേ രണ്ടുപേരുടെയും വാതിലുകൾ ലോക്ക് ചെയ്തിരിക്കട്ടോ. അപ്പോഴത്തേനും ചേട്ടാ ചേട്ടാ എന്ന് വിളിക്കുന്നുണ്ട് സെക്യൂരിറ്റീനെ. എന്ത് ചേട്ടാ ഈ വാതിൽ ലോക്ക് ചെയ്തിരിക്കുന്നത്? അത് ലോക്കായി പോയതല്ല, അത് ലോക്ക് ചെയ്താന്ന് രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും കൺമണി പറയുന്നുണ്ട് ഇവിടെയും ലോക്കായി പോയിരിക്കുകയാണ്, എന്തിവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ രാവിലെ തന്നെ കേണൽ സാറ് കാണാനായിട്ട് വരുന്നു. ഏതാണ് ആ ഭൂതം എന്നൊക്കെ അവരും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കേണൽ സാറ് അവിടേക്ക് വരികട്ടോ ചെയ്യുന്നത്. ഞാനാണ് ആ ഡ്രാക്കുള എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ അവിടെ ബെല്ലടിക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് എക്സസൈസും കാര്യങ്ങളും എല്ലാം വേണ്ടി വരും എന്നാണ് കേട്ടോ തോന്നുന്നത്. എന്തെങ്കിലും കൃഷ്ണൻ കൺമണി ഒന്ന് കറക്കിക്കാൻ തന്നെ കേണൽ സാറിൻ്റെ ഉദ്ദേശം. അതിനുശേഷം തന്നെ കൃഷ്ണനോടും കൺമണിയോടും സംസാരിക്കുന്നുണ്ട്. കൃഷ്ണനോട് പറയുന്നുണ്ട് നിങ്ങളാണ് ഇന്ന് മുതൽ എൻ്റെ ഡ്രൈവറും അതുപോലെ തന്നെ സൂപ്പർവൈസറും എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും ആ കമ്പനിയെക്കുറിച്ച് പറയുന്നു. ഒന്നെങ്കിൽ ഞാൻ അത് തുറപ്പിക്കും അല്ലെങ്കിൽ അത് പൂട്ടിക്കും എന്നേക്കുമായിട്ടെന്ന് പറയാം കേട്ടോ. അങ്ങനെ ആ സമരം ചെയ്യുന്ന ആ തൊഴിലാളികൾ വന്നിട്ട് നമ്മൾ പിന്മാറരുത്, ശക്തമായി തന്നെ നിലനിൽക്കും, എന്നാലും നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്ന സാഗറിനെയാണ്. സാഗർ ആണെങ്കിലോ പാവം ജാമ്യം എടുക്കാനായിട്ട് കൃപ പറഞ്ഞതനുസരിച്ച് ബലരാമൻ ജാമ്യം എടുക്കാനായിട്ട് വരുന്നു. ബലരാമനാണെങ്കിൽ ഇപ്പോൾ കുറേ സത്യങ്ങൾ അറിഞ്ഞത് സ്ഥിതിക്ക് കൃപയാണ് തനിക്ക് ജാമ്യം നേടിത്തരുന്നതെന്ന് അറിഞ്ഞോടുകൂടി തന്നെ സാഗറിനോട് വലിയ ഇഷ്ടത്തോടു കൂടി അച്ഛ എന്ന് പറഞ്ഞ് ചെല്ലുന്നുണ്ട് കേട്ടോ. പക്ഷെ സാഗർ ഒരിക്കലും ബലരാമനെ അടുപ്പിക്കുന്നില്ല. അതിനുശേഷം തന്നെ ഫോൺ ചെയ്തിട്ട് കൃപ സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ ബലരാമനോട്. അങ്ങനെ ഏട്ടാന്ന് വിളിച്ച് സംസാരിക്കുമ്പോൾ പാവം രക്തബന്ധമല്ലേ, എന്തായാലും അത് തിരിച്ചറിയാതിരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ അവളോട് സംസാരിക്കുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കമ്പനിയിൽ തന്നെയാണ്. ആകെ പ്രതിഷേധമാണ് കേട്ടോ. ഈ കമ്പനി ഞാൻ തുറപ്പിക്കും എന്ന രീതിയിൽ തന്നെ കൃഷ് അവിടെ വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും രക്ഷിക്കും ഞാനെന്ന് പറയുന്നു. അങ്ങനെ ബലരാമൻ പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് അച്ഛാന്ന് വിളിച്ചിട്ട് ബലരാമൻ സാഗർ പോകാൻ നേരത്ത് ബലരാമനാണെങ്കിലും അച്ഛാന്ന് വിളിച്ചിട്ട് എനിക്ക് ജാമ്യം നേടി തന്നതിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പി തൊഴുന്നു കേട്ടോ. എന്തായാലും ഇപ്പോഴും സാഗറിൻ്റെ മനസ്സിൽ ബലരാമനോട് ഒരു ഇഷ്ടമുണ്ട്. അതെന്തായാലും ഉണ്ടാവില്ലേ, സ്വന്തം മകൻ തന്നെയല്ലേ. മനസ്സറിയാതെ ആ മനസ്സ് പറയുന്നുണ്ട് ഇത് തൻ്റെ മകനാണെന്നുള്ളത്. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് പ്രമോ കഴിയുന്നത്. നല്ലൊരു എപ്പിസോഡായിട്ട് കാണാം കേട്ടോ.